എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായാണ് ലിയോ 14 പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തിയത്. എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് തുടങ്ങി. കാരണം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ആദ്യ വാക്കുകളും അവയായിരുന്നു, നിങ്ങൾക്ക് സമാധാനം. പാപ്പ ഇറ്റാലിയൻ ഭാഷയിൽ തുടർന്ന് പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പായുടെ ശക്തമായ ശബ്ദം ഇപ്പോഴും നമ്മുടെ കാതുകളിലുണ്ട്. അദ്ദേഹം റോമിനെ ആശീർവദിച്ചു. ആ ഈസ്റ്റർ ദിനത്തിൽ രാവിലെ പാപ്പ ആശീർവദിച്ചത് റോമിനെ മാത്രമല്ല, ലോകത്തെ ആകമാനമാണ്. ആ ആശീർവാദം തുടരാൻ എന്നെ അനുവദിക്കുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്നു. തിന്മ നിലനിൽക്കില്ല. നാം എല്ലാം ദൈവകരങ്ങളിലാണ്. അതുകൊണ്ട് ഭയപ്പെടാതെ ഐക്യത്തോടെ ദൈവത്തോട് കൈകോർത്ത് മുന്നോട്ടു പോകാം. നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യരാണ്. ക്രിസ്തുവാണ് നമുക്ക് മുൻപേ നടക്കുന്നത്. ലോകത്തിന് ക്രിസ്തുവിന്റെ വെളിച്ചം ആവശ്യമുണ്ട്. ദൈവത്തിലേക്കുള്ള പാലമായി മനുഷ്യകുലത്തിന് ക്രിസ്തുവിന്റെ പരിധിയില്ലാത്ത സ്നേഹം വേണം. നമുക്ക് സംഭാഷണങ്ങളിലൂടെയും കൂടിക്കാഴ്ചകളിലൂടെയും പാലങ്ങൾ പണിയാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കുന്ന ഒറ്റ ജനതയാവാം. ഫ്രാൻസിസ് പാപ്പായോട് അഗാധമായ നന്ദിയുണ്ട്. പത്രോസിന്റെ പിൻഗാമിയായി എന്നെ തിരഞ്ഞെടുത്ത കർദിനാൾമാരോട് ഹൃദ്യമായ നന്ദിയുണ്ട്. നിങ്ങൾക്കൊപ്പം ഏകസഭയായി മുന്നോട്ടു പോകുന്നതിന്, എപ്പോഴും സമാധാനവും നീതിയും തേടുന്നതിന്, ക്രിസ്തുവിനെ പിന്തുടരുന്ന എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊപ്പം പ്രവർത്തിക്കുന്നതിന്, ഭയമില്ലാതെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന്, പ്രത്യാശയുടെ യഥാർത്ഥ മിഷണറിമാരായിരിക്കുന്നതിന്. ഞാൻ വിശുദ്ധ അഗസ്റ്റിൻ്റെ മകനാണ്. വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഓർക്കുന്നു. നിങ്ങൾക്കൊപ്പം ഞാനൊരു ക്രൈസ്തവനാണ്, നിങ്ങൾക്ക് ഞാനൊരു ബിഷപ്പും. ആ ചൈതന്യത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഭവനത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. സഭയ്ക്ക് ഞാൻ പ്രത്യേകമായ ആശംസ നേരുന്നു. നമ്മൾ മിഷണറി സഭയാകാൻ പരിശ്രമിക്കണം. പാലങ്ങൾ പണിയുന്ന, സംഭാഷണങ്ങൾ ആഗ്രഹിക്കുന്ന, എല്ലാവരെയും തുറന്ന കരങ്ങളോടെ സ്വാഗതം ചെയ്യുന്ന സഭ. നമ്മുടെ സാന്നിധ്യം സഹാനുഭൂതിയുടെയും ഒത്തുചേരലിന്റെയും ആകട്ടെ, സ്നേഹത്തിൽ വേരുറപ്പിച്ചതും. താൻ പ്രവർത്തിച്ച പെറുവിലെ ചിക്ലയോ രൂപതയിൽ നിന്നുള്ളവർക്ക് പാപ്പ സ്പാനിഷ് ഭാഷയിൽ ആശംസകൾ നേർന്നു. വീണ്ടും ഇറ്റാലിയൻ ഭാഷയിൽ പ്രസംഗം തുടർന്ന പാപ്പ ദുർബലരോട് സഹാനുഭൂതി കാട്ടാൻ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ കന്യക മാതാവിനോട് സ്നേഹത്തോടെയുള്ള താല്പര്യം വളർത്തണമെന്ന് പറഞ്ഞു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പാപ്പ പ്രഭാഷണം അവസാനിപ്പിച്ചു.